അനിൽ ആന്റണി രാജിവെച്ചു. അനിൽ ആന്റണിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാജി. ട്വിറ്ററിലൂടെയാണ് രാജി പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ശരത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശരത്ത്, രാജിവെച്ചുകൊണ്ട് അനിൽ ആന്റണി എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? പാർട്ടിക്കകത്ത് തന്നെ ഈ BBC ഡോക്യുമെന്റ് അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെ നേതാക്കൾ നേതൃത്വത്തിന് വഹിച്ചുകൊണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട പദവി KPCC AICCയുടെ സോഷ്യൽ പദവി രാജിവെക്കുന്നുവെന്നുള്ള അനിൽ ആന്റണി തന്നെയാണ് ഔദ്യോഗിക പ്രഖ്യാപിച്ചത്. പാർട്ടി നേതൃത്വത്തിന് അയച്ച രാജിക്കത്തും അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർ തന്നെ അസഹിഷ്ണുതാപരമായ ഈ വിഷയത്തിൽ തന്നോട് കൈക്കൊണ്ടു എന്ന വിമർശനം അനിൽ ആന്റണി ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഈ ട്വീറ്റ് നടത്തിയതിന്റെ പേരിൽ, ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ അസഹിഷ്ണുതാപരമായ ഒരു നിലപാടാണ് ഉണ്ടായത് എന്നും അത് ഒരു ഇരട്ടത്താപ്പാണ് എന്നുള്ള വിമർശനവും ട്വിറ്ററിലൂടെ അനിൽ ആന്റണി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേതൃത്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനങ്ങളും അനിൽ ആന്റണിയുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാകില്ല എന്നുള്ള സൂചനയും ആ രാജിക്കത്തിലുണ്ട്. കാരണം ഇനി ഒരു തൊഴിൽപരമായ തിരക്കുകളിലേക്ക്, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് താൻ കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഈ വിവാദത്തിന്, ഈ രാജിയിലേക്ക് നയിച്ച വിവാദം, BBC ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഡോക്യുമെന്ററിക്കെതിരായ വിമർശനം അനിൽ ആന്റണി ഈ ഒരു ഘട്ടത്തിലും തുടരുന്നു എന്നുള്ളതും പ്രത്യേകം ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ഇത് രാജ്യ താൽപര്യത്തിന് തന്നെ വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ ഇത്തരം ചർച്ചകൾ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ എറിയപ്പെടുമെന്ന പരാമർശമാണ് അനിൽ ആന്റണിയുടെ രാജിക്കത്തിലുള്ളത്. ഫിജി, ശരത്ത്, താൻ പാർട്ടി വിടില്ല എന്ന് പറയുന്നു. ഒപ്പം പാർട്ടി ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുന്നുണ്ടോ? പാർട്ടിയിൽ ചില പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും എങ്ങനെയാണ് ഈ അനിൽ ആന്റണിയുടെ രാജിയോടും തുടർന്നുള്ള പ്രസ്താവനയോടുമുള്ള പാർട്ടിയുടെ പ്രതികരണം, അല്ലെങ്കിൽ നേതാക്കളുടെ പ്രതികരണം? ഈ രാജിയുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വം ഔദ്യോഗികമായ പ്രതികരണം ഇതേവരെ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഏക പ്രതികരണം നടത്തിയിരിക്കുന്നത് ശശി തരൂർ MP ആണ്. ശശി തരൂർ പറഞ്ഞത്, ഈ രാജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അനിൽ ആന്റണിയുമായി സംസാരിക്കുന്നതിന് വേണ്ടി പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതെന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോയത് എന്ന് തനിക്കറിയില്ല എന്ന് തരൂർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും ഈ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് അനിൽ ആന്റണി സ്വീകരിച്ച നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് ശശി തരൂരും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാജ്യത്തിന്റെ പരമാധികാരം അങ്ങനെ ഒരു ഡോക്യുമെന്ററി കൊണ്ട് തകരുന്നതല്ല, രാജ്യസുരക്ഷ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്ററി കൊണ്ട് ദുർബലമാക്കാൻ വേണ്ടി പറ്റുന്നതല്ല എന്ന ഒരു കാര്യം, എന്ന ഒരു നിലപാട് ശശി തരൂർ വ്യക്തമാക്കുന്നു. ശശി തരൂരിനെയാണ് പ്രശംസിച്ചിട്ടുള്ള ശശി തരൂരിനെ മാത്രമാണ് അനിൽ ആന്റണി പേരെടുത്ത് പ്രശംസിച്ചിട്ടുള്ളത്. അതേ ശശി തരൂർ തന്നെ അനിൽ ആന്റണി ഈ ഡോക്യുമെന്ററിക്കെതിരായി സ്വീകരിച്ച നിലപാടിനെ തള്ളുന്നു എന്നുള്ളതാണ് ഇന്ന് കാണാൻ വേണ്ടി പറ്റിയത്. പക്ഷേ അപ്പോഴും രാജിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികരണം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി നടപടിയെടുക്കണമെന്നൊരു വിഭാഗം നേതാക്കൾ ശക്തമായ ഒരു ആവശ്യം ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പുനഃസംഘടന സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ KPCC നേതൃത്വം നടത്തുന്നുണ്ടായിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലുള്ള ഒരു രാജി ഒരു തരത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ്. ഒരു മുതിർന്ന പാർട്ടി നേതാവിന്റെ മകനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം ഒരു വിഭാഗം ശക്തമായി ഉന്നയിക്കുമ്പോൾ നടപടിയെടുത്ത് ഈ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടി വന്നില്ല എന്നുള്ളത് KPCC നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ ആശ്വാസമായി അവർക്ക് വ്യാഖ്യാനിക്കാം. ശരി, ശരത്ത് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. BBC ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് അനിൽ ആന്റണിയുടെ പരാമർശത്തോടെ താൻ യോജിക്കുന്നില്ലെന്ന് ശശി തരൂർ MP. BBC ഡോക്യുമെന്ററിയെ അതിശയമെന്ന് തോന്നേണ്ട കാര്യമില്ല, അനിലിൻ്റേത് അപക്വമായ നിലപാടെന്ന് കരുതുന്നുവെന്നും ശശി തരൂർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു.